ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഷാർജയുടെ ഹൃദയഭാഗത്ത് നിൽക്കുന്ന ഒരു ഐലൻഡിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇനി നമ്മൾ ബ്രിഡ്ജ് കയറി അതിൻ്റെ എൻട്രൻസിലോട്ട് പോവുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ ബ്രിഡ്ജിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഒരു സൈഡ് മുഴുവൻ ബിൽഡിംഗ് ആണ്. ഈ ഐലൻഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണിത്. ബ്രിഡ്ജ് കടന്നു വരുമ്പോൾ അതിന് നടുക്ക് കാണുന്നൊരു ഏരിയയാണ് ഈ കാണുന്നത്. ഇതിവിടെ ഒരു ഫോസിൽ ട്രീ ഒക്കെ അവർ വെച്ചിട്ടുണ്ട്. അകത്തേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ ഒരു അൽനൂർ ഐലൻഡിൻ്റെ മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 14ഓളം സ്പോട്ടുകളുണ്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ 2 വഴിയായിട്ടാണ്, ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും ഉണ്ട്. ഇതാണ് ബട്ടർഫ്ലൈ ഹൗസ്. ഇവിടെ അതിൽ സൈഡിൽ തന്നെ ഒരു കോഫി ഷോപ്പും കൂടി ഉണ്ട്. ബട്ടർഫ്ലൈ ഹൗസിൻ്റെ ഒരു ഓവറോൾ വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സൈഡ് വ്യൂ ഇങ്ങനെ, അതൊരു ഗ്ലാസ് ഹൗസാണ്. അതിലാണ് നമ്മൾ ഈ ബട്ടർഫ്ലൈസിനെല്ലാം ഇട്ടേക്കുന്നത്. ഈ ഒരു ബിൽഡിംഗ് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് അവരതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം ഇതിന് ഒരു സിറ്റിംഗ് ഏരിയ ഇവർ ഇതിൻ്റെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ബട്ടർഫ്ലൈ ഹൗസിൻ്റെ അകത്ത് കടന്നിരിക്കുകയാണ്. ഒരു ചെറിയൊരു ഏരിയയിലാണ് ഇവരിത് സെറ്റ് ചെയ്തിരിക്കുന്നത്. 22 വെറൈറ്റി ഓഫ് സ്പീഷ്യസ് ബട്ടർഫ്ലൈസ് ഇവിടെ ഉണ്ട്. ഇത് കൂടുതലും കൊണ്ടുവന്നിരിക്കുന്നത് ഫിലിപ്പീൻസിൽ നിന്നാണ്. നമ്മളിപ്പോൾ ഒരു ഈവനിങ് ടൈമിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അത്രയും ബട്ടർഫ്ലൈസ് നല്ല ആക്റ്റീവായിട്ട് നമ്മൾ കാണുന്നില്ല. മോർണിംഗിൽ വരുവാണെങ്കിൽ ബട്ടർഫ്ലൈസ് കുറച്ചുകൂടി ആക്റ്റീവായിരിക്കും. ബട്ടർഫ്ലൈ ഹൗസിൻ്റെ ടൈമിങ് എന്ന് പറയുന്നത് മോർണിംഗ് 9 to ഈവനിങ് 6 PM വരെ ഉള്ളൂ. ഈ ബട്ടർഫ്ലൈ ഹൗസിൻ്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അവർ. ഈ 2 ചേമ്പറുകളിലാണ് പ്യൂപ്പകൾ ഇരിക്കുന്നത്. അതിൽ നിന്ന് തന്നെ അത് ബട്ടർഫ്ലൈ ആയിട്ട് പുറത്ത് വരും. ഓരോ ബട്ടർഫ്ലൈയും ഒരു 1 month വരെയാണ് അവരുടെ ലൈഫ് സൈക്കിൾ. ഇത്രയുമാണ് ബട്ടർഫ്ലൈ ഹൗസിലെ ചെറിയ കാഴ്ചകൾ. ഇനി നമുക്ക് വെളിയിലത്തെ കാഴ്ചകൾ കാണാം. ബട്ടർഫ്ലൈ ഹൗസിൽ നിന്ന് നമ്മൾ വെളിയിൽ ഇറങ്ങി. സൈഡിലായി നമ്മൾ ഈ കാണുന്നത് ഒരു പ്ലേ ഏരിയ ആണ്. ഈ
ഒരു വ്യൂ ആണ് എനിക്ക് ഏറ്റവും മനോഹരമായി തോന്നിയത്. നല്ലൊരു കാടിൻ്റെ ഒരു അന്തരീക്ഷമാണ് നമുക്കിപ്പോൾ കാണുന്നത്. മനോഹരമായ ലാൻഡ്സ്കേപ്പാണ് ഇവിടെ ഇവർ കൊടുത്തിട്ടുള്ളത്. തടി കൊണ്ടുള്ള പെഡസ്ട്രെയിൻസ് ആണ്. ഇതൊരു ഫോസിൽസ് റോക്കാണ്. ഇതിങ്ങനെ കീറി അതിൻ്റെ അകത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ ഡയമണ്ട്സ് പോലെ നമുക്ക് അറിയാൻ പറ്റും. ഒരു 300 മില്യൺ ഇയേഴ്സ് പഴക്കമുള്ള കല്ലാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ബ്രസീലിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നതാണ്. അടുത്ത ഒരു ഫോസിൽ ട്രീ ആണ്. ഈ ഒരു ട്രീക്ക് 35 മില്യൺ വർഷം പഴക്കമുണ്ടെന്നാണ് ഇവിടെ എഴുതി വച്ചേക്കുന്നത്. ഒരു സ്റ്റോൺ ആയി മാറിയിട്ടുണ്ടത്. കാലപ്പഴക്കം കൊണ്ട് ഇതൊരു സ്റ്റോൺ ആയി മാറിയിട്ടുണ്ട്. ഇതും ഇമ്പോർട്ടഡ് ആണ്. ഇന്തോനേഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തേക്കുന്നതാണ്. ഈവനിങ് ടൈം ആയാൽ ഇവിടെ കിളികളുടെ ഭയങ്കര സൗണ്ടാണ്. ചെറുതായിട്ട് അവർ മ്യൂസിക്കും കൊടുത്തിട്ടുണ്ട്, ലൈറ്റ് മ്യൂസിക്. ഇവിടെ മരങ്ങളിൽ ഐ വാസ് സേവ്ഡ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത് ഈ ഐലൻഡിൽ ഉണ്ടായിരുന്ന മരങ്ങൾ തന്നെയാണ്. അതിൻ്റെ കൂടെ ബാക്കി അവർ ചെയ്തെന്നേ ഉള്ളൂ. അവരത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടൊന്നുമില്ല. അതാണ് അവർ ഐ വാസ് സേവ്ഡ് എന്ന് ഇവിടെ എഴുതി വച്ചേക്കുന്നത്. അടുത്ത ഒരു നടപ്പാതയാണിത്. ഇതിൻ്റെ സൈഡിലായിട്ട് ലൈറ്റിംഗ് ചെയ്തിട്ടുണ്ട് അവർ. ഒരു 6 o'clock കഴിയുകയാണെങ്കിൽ ഇവിടെ മൊത്തം അവർ ലൈറ്റ് ഇടും. അപ്പോൾ നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. ഈ ഒരു ഏരിയയിൽ നമുക്ക് സൺസെറ്റ് കാണാൻ സാധിക്കും. നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കിട്ടുന്നത്. ഇതിലും ഫുൾ ലൈറ്റ് വെച്ചിട്ടുണ്ട്. ഇതിലും രാത്രിയാകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഇവിടെ ലൈറ്റൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് പോകുമ്പോൾ ഇവിടെ ഒരു റെസ്റ്റ് ഏരിയ നമുക്ക് കാണാം. ഒരു നാച്ചുറലായിട്ട് തന്നെയാണ് അവരവിടെ അത് വച്ചേക്കുന്നത്. പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ആ കാണുന്ന വൈറ്റ് പെയിൻ്റ് അടിച്ച് ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു സ്ഥലം. അവിടെ നമുക്ക് അവിടെ നിന്ന് ലൈബ്രറിയിൽ നിന്ന് നമുക്ക് പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഇരുന്ന് വായിക്കാം. എന്നിട്ട് നമുക്ക് റിട്ടേൺ ചെയ്യണം. പിന്നെ വീക്കെൻഡിലെ ചില പരിപാടികൾ ഇവിടെ അവർ നടത്തും. ഈ കാണുന്നത് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അത് അവർ പോളിഷ് ചെയ്ത് മിററാക്കി എടുത്തേക്കുന്നതാണ്. അടുത്തത് ഒരു കള്ളിമുൾ ചെടികളുടെ ഒരു ചെറിയൊരു ഗാർഡൻ ഏരിയ ആണ്. അവിടെ നമുക്കത് തൊടാനൊന്നും പാടില്ല. കറ്റാർ വാഴയും പലതരത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള കള്ളിമുൾ ചെടികളാണ് ഈ കാണുന്നത്. അവരവിടെ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പല പല ലൈറ്റ് നമുക്ക് ആ കള്ളിമുൾ ചെടിയിൽ കാണാനും കഴിയും. ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് മോർണിംഗ് ഒരു 9 മണി തൊട്ട് വൈകിട്ട് 11 മണി വരെയുള്ള സമയത്താണ് വീക്ക് ഡേയ്സിൽ. വീക്കെൻഡിൽ അത് 12 മണി വരെ കാണും. ഇതാണ് ഷാർജ അൽനൂർ ഐലൻഡ് പറയുന്നത്. ഇപ്പോൾ ഇച്ചിരി സന്ധ്യയായി. ഇപ്പോൾ ലൈറ്റൊക്കെ അവർ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഈവനിങ് ടൈമിൽ വരുവാണെങ്കിൽ 2 ടൈമിലേ നമുക്ക് കാണാൻ പറ്റും. ഇച്ചിരി ലൈറ്റ് ഇല്ലാതെയും ലൈറ്റ് ഉള്ളതായിട്ടുള്ള 2 ബ്യൂട്ടി നമുക്ക് ആസ്വദിക്കാൻ കഴിയും. ഇതാണ് നമ്മളുടെ അൽനൂർ ഐലൻഡ് ഷാർജയിലുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.